സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഞാനൊരു വ്ളോഗായിട്ട് വന്നേക്കാണ്. ഇപ്രാവശ്യം അങ്ങനെ വലിയ വ്ളോഗൊന്നുമില്ല. നമുക്ക് കുറച്ച് ഇലുമ്പിക്ക പറിക്കാൻ പോകണം. നമ്മുടെ ഇവിടെ ഉണ്ട്, ഇലുമ്പിക്കമാരും ഉണ്ട്. ബട്ട് അതിൽ ഇലുമ്പിക്ക ഇല്ല, 1-2 എണ്ണമൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇവിടെ വീടിനടുത്തൊരു ചെറിയൊരു മരമുണ്ട്. ആ ചേച്ചിയുടെ വീട്ടിൽ ചെന്നിട്ട് പറിക്കാമെന്ന് വിചാരിക്കണു. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഇലുമ്പിക്ക മരം. പക്ഷേ ഇതിൽ കായൊന്നുമില്ല. ജസ്റ്റ് ഇവിടെ ഒരു 2-3 ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഉണ്ട് ഇത് കണ്ടോ, കാണാവോ? കണ്ടോ, അവിടെ അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല, വേറെ കമ്പുകളൊന്നും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ അടുത്തൊരു വീട്ടിൽ കുറേ ഉണ്ടായിട്ടുണ്ട്. നമ്മളോട് കുറേ ദിവസമായി വന്ന് പറിച്ചുകൊണ്ട് പോകാൻ പറയണു. പിന്നെ അതൊന്ന് പോയി പറിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കത് പറിക്കാനായിട്ട് പോവാം. അതിന് മുമ്പ് എനിക്കിന്ന് കട വരെ പോകണം. കടയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് വീട്ടിലേൽപ്പിച്ചിട്ട് നമുക്ക് ഇലുമ്പിക്ക പറിക്കാനായിട്ട് പോകാം. അവരുടെ മരത്തിലാണ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അത് ഒരു റൗണ്ട് ഞങ്ങൾ പറിച്ചുകൊണ്ട് വന്നു. എന്നാലും ഇവിടെ ആർക്കും അങ്ങനെ ഇതൊന്നും വേണ്ട. അപ്പോൾ നമ്മളോട് വന്നിട്ട് ഇത് പറിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞ് കുറേ ദിവസങ്ങളായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പോയി അങ്ങ് പറിച്ചേക്കാമെന്ന്. പിന്നെ അത് അച്ചാറിടുന്നതിൻ്റെ ഒന്നും വീഡിയോ കാണിക്കുന്നില്ല കേട്ടോ. അച്ചാറിടാനാണ് മെയിൻ പറിക്കുന്നത്. പക്ഷേ വീഡിയോ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള അച്ചാറൊന്നുമല്ല, ഒരു തട്ടിക്കുട്ട്, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു തട്ടിക്കുട്ട് അച്ചാറാണ്. അപ്പോൾ അതങ്ങനെ വീഡിയോ എടുത്ത് കാണിക്കാൻ മാത്രമുള്ള ഗുമ്മായിട്ടുള്ള അച്ചാറൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ ആയിട്ട് എടുക്കുന്നത് തന്നെയല്ല. ഞാനല്ല ഇടുന്നത്, അമ്മ ഇടുന്നത്. അപ്പോൾ അമ്മ ഇടുമ്പോൾ അമ്മ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിക്കത്തില്ല. ഞാനിടുവാണെങ്കിൽ ഞാൻ കാണിക്കാം. വ്ളോഗ് എടുത്തുകൊണ്ട് പോരുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുട എടുക്കാൻ മറന്നുപോയി. നട്ടുച്ചയ്ക്കാണ് ഞാൻ കടയിൽ പോകാൻ ഇറങ്ങുന്നത്. മൊത്തം ടാൻ അടിച്ചൊരു വഴിയാവും. ഈ ഒരു സമയത്ത് ഇറങ്ങിയെന്ന് വെച്ചാൽ ഈ സമയമാകുമ്പോൾ കടയിലൊന്നും അത്ര തിരക്കുണ്ടാവില്ല. എനിക്കിങ്ങനെ ആൾക്കാരുള്ളിടത്ത് പോയി സാധനങ്ങളൊക്കെ മേടിക്കാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, അവിടെയാണ് കുറച്ച് ആൾക്കാരും ഇരിക്കുന്നത്. ഞാൻ ഈ സമയത്ത് ഇറങ്ങി ആരും കാണൂലല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഈ സമയത്ത് വന്ന്. എനിക്കാണെങ്കിൽ ആൾക്കാരുള്ളപ്പോൾ കടയിൽ കയറാനും ചമ്മല. ഇനി അങ്ങനത്തെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ചു പോരുവാണ്. എനിക്ക് മാത്രം എന്താ ഗൈസ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ആരുമില്ലാത്ത സമയം നോക്കിയിട്ടാണ് ഞാൻ കടയിലേക്ക് പോകാൻ ഇറങ്ങിയത്. അവിടെ ചെന്നപ്പോൾ 2 ബൈക്കിൽ കുറച്ച് ആൾക്കാർ. അവർ പോകുന്നത് വരെ ഞാൻ ആ വെയിലത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞിട്ട് ആരുമില്ലെന്ന് ഓർത്തിട്ടാണ് ഞാൻ കടയിലേക്ക് എന്ന് കയറി. അവിടെ ചെന്ന് സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എവിടെ നിന്നാന്ന് അറിയത്തില്ല പാഞ്ഞു വന്നേക്കുന്ന 2 കാറും അത് നിറച്ച ആൾക്കാർ. എൻ്റെ പൊന്നെ, എത്ര സമയം ഞാൻ അവിടെ പോസ്റ്റായെന്നറിയോ. എൻ്റെ കുറേ സമയം വേസ്റ്റായി. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. എനിക്കിഷ്ടമില്ല ഇങ്ങനെ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി സാധനം. ഓക്കെ, നമ്മളങ്ങനെ വീട്ടിനവിടെ എത്തി. അവിടെ മുകളിലില്ല, നടുക്ക് എനിക്ക് പറിക്കാൻ പറ്റുന്ന പോർഷൻ്റെ അവിടെ ഇല്ല, അത് തീർന്ന്. പിന്നെ താഴെ ഭാഗത്തും പിന്നെ മുകളിൽ പറിക്കാൻ എനിക്ക് എത്തത്തില്ല. താഴെ ഭാഗത്തുള്ളത് നമുക്ക് പറിക്കാം, കാട്ടിത്തരാണ്. കയറുന്ന ഇച്ചിരി റിസ്ക്കിയാണ്. ഓക്കെ, ഇതത് കണ്ടോ, മൊത്തം മൂത്തത് പഴുത്ത് ചാടി പോവുക. ഇവിടെയുള്ളവർക്കൊന്നും സാധനമൊന്നും വേണ്ട. അങ്ങനെ കയറുന്നുണ്ട്. കർത്താവേ, തെന്നിപ്പോയി. ഇതാണ് ഭയങ്കരമായിട്ട് മൂത്ത് പോയി കണ്ടോ. അത് നമുക്ക് ഇവിടെ നിൽക്കുന്ന ഇച്ചിരി റിസ്കി പരിപാടിയാണ്. ഉണ്ടോ ചൂടോ. നമുക്ക് ഇതൊക്കെ ഭയങ്കരമായിട്ട് മൂത്ത് ഇതൊന്നും എന്നെ കൊള്ളത്തില്ല. നല്ലത് നോക്കി നമുക്ക് പറിച്ചെടുക്കാം. ഒത്തിരി പുളിയില്ല. എനിക്കിതിങ്ങനെ പച്ചക്ക തന്നെ ഇഷ്ടം കേട്ടോ. ചിലർക്കൊന്നും ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് തന്നെ ഇഷ്ടം. ഉപ്പിൻ്റെ കൂടെ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി ഒത്തിരി പുളിയില്ലേ.
മുകളിലേക്ക് ഇഷ്ടം പോലെ ഉണ്ട്, നല്ല പാക്കാട്ട് കിടക്കുന്നു. പക്ഷെ എനിക്ക് പറിക്കത്തില്ല, നമ്മുടെ ഹൈറ്റ് എന്നെ അനുവദിക്കില്ല. ഓക്കെ, അങ്ങനെ ഇലിമ്പിയൊക്കെ പറിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നു. അമ്മ അത് അച്ചാർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി വന്നിട്ടുണ്ട്, ഭയങ്കര ഈച്ചശല്യം. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയൊരു ഹെയർ പാക്ക് ചെയ്യാമെന്ന്. എൻ്റെ തലയിലാണ് ഭയങ്കരമായിട്ട്, എൻ്റെ മുടിയൊക്കെ പോയി ഇപ്പോൾ ഒന്നുമില്ല. നിങ്ങൾ കണ്ടോ, ഇതാണ് എൻ്റെ മുടിയുടെ അവസ്ഥ. എൻ്റെ പഴയ മുടി എൻ്റെ ഇപ്പോഴത്തെ മുടിയും കാണാൻ എനിക്ക് വല്ല അറ്റാക്കും വരും. ഞാൻ ചില സമയത്തൊക്കെ എൻ്റെ നെറ്റിയൊക്കെ കയറി വന്നിട്ടുണ്ടോ. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ പഴയ റീലൊക്കെ കാണുമ്പോഴത്തേനും എനിക്ക് സങ്കടം വരും ഒത്തിരി. അങ്ങ് ഇതുകൊണ്ടൊന്നല്ല, ഞാൻ റീലൊക്കെ എടുത്ത് തുടങ്ങിയപ്പോൾ എനിക്ക് മുടി ഇച്ചിരി കുറവ് വന്നാലും ഇത്ര അല്ലായിരുന്നു. അതിൽ നല്ല രീതിയിൽ താരനുണ്ട്. ഇപ്പോൾ എനിക്ക് അത് നിങ്ങൾക്ക് കാണത്തില്ല, കാരണം ഞാൻ എണ്ണ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇതാണ് കേട്ടോ. പണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ എൻ്റെ തലയിൽ തേച്ചുകൊണ്ടിരുന്നത്. ആ ഒരു ടൈമിൽ എനിക്ക് നന്നായിട്ട് മുടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് തേക്കുന്നുണ്ട്, എനിക്ക് ഭയങ്കര റിസൾട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ സവോള എഗ്ഗ് ഇത് രണ്ടുമാണ് ഞാൻ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ സവോളയുടെ നീര് മാത്രം ഞാൻ എൻ്റെ തലയിൽ തൂക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഒത്തിരി മാറ്റം എൻ്റെ തലയിലുണ്ട്. പക്ഷേ ഇത് രണ്ടും കൂടെ ഉള്ള ഒരു പാക്ക് ഞാൻ ഇപ്പോഴാണ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ, എഗ് വൈറ്റ് ഞാൻ നേരത്തെ എൻ്റെ അമ്മേൻ്റെ തലയിൽ തൂത്ത് വരുന്ന സമയത്തൊക്കെ എനിക്ക് നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നിർത്തി. ഇപ്പോൾ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. കാരണം എൻ്റെ ഹെയർ അത്രയ്ക്ക് ശോചനീയ അവസ്ഥയിലായിക്കൂടെയാണ് എൻ്റെ മുടി പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ദൈവമേ, പണ്ടാണെങ്കിൽ ഞാൻ ഈ ഒരു പോർഷൻ ഇങ്ങനെ നമ്മളെടുത്ത് പിന്നൂലേ, ആ ഒരു പിന്നുന്ന മുടിയുടെ അത്രയും കട്ടിയുള്ള എനിക്കിപ്പോൾ എൻ്റെ ഫുൾ മുടിക്കുന്നുണ്ട്. എൻ്റെ അപ്പം മുടി ഇല്ല, അത്രേ ഉള്ളൂ. ഈ ഒരു പോർഷൻ ഞാൻ ഇവിടുന്ന് പിന്നെ എടുത്ത് വെച്ചുകൊണ്ടിരുന്ന ആ ഒരു കട്ടിയാണ് ഇപ്പം എൻ്റെ മുടിക്കുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തൊന്ന് റെഡിയാക്കാൻ പറ്റുമെന്ന് നോക്കണം. അപ്പോൾ കുറേയൊക്കെ യൂട്യൂബിൽ ഞാൻ നോക്കി, അത് ഒക്കെ കുഴപ്പമില്ല. പക്ഷേ പണ്ട് എൻ്റെ അമ്മ എൻ്റെ തല തൂത്ത് തന്നുകൊണ്ടിരുന്ന ഒരു ഇത് തന്നെ ഫോളോ അപ്പ് ചെയ്യാൻ ഞാൻ വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടത് ഒരു സവോള, പിന്നെ എഗ്ഗിൻ്റെ വൈറ്റാണ് വേണ്ടത്. അതെല്ലാവർക്കും അറിയാം. എഗ് വൈറ്റ് മാത്രം മതി ഹെയറിന് നല്ലതാണ്. പിന്നെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ നല്ലതാണ്, പക്ഷേ എൻ്റെ ഇല്ല. അപ്പോൾ നമുക്കിത് പൊട്ടിച്ചിട്ട് എൻ്റെ വൈറ്റ് സെപ്പറേറ്റ് ചെയ്തെടുക്കാവേ. ഓക്കെ, പാത്രത്തിലോട്ട് ഞാൻ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, കാണത്തില്ല അല്ലേ, ഇതുണ്ടോ, പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തുനിന്ന് എഗ്ഗ് മാത്രം ഇട്ടെടുത്ത് മാറ്റാം. ഈ എന്താ പറയുന്നത്, യോക്ക്, ഈ യെല്ലോ സാധനം. അയ്യോ, രാവിലെ ആണെങ്കിൽ മുട്ട വറക്കാൻ നേരത്തെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് സ്പൂണിലിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ എഗ് വൈറ്റും യെല്ലോയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് കളിക്കാം. ഞാനിതെടുത്ത് മാറ്റിയിട്ട്, ഓക്കെ, ഇത് മഞ്ഞ മാത്രമായിട്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കളയുന്നില്ല. അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്തിട്ട് നമ്മൾ ഫേസിലൊരു ഫേസ് പാക്ക് പോലെ അങ്ങ് ചെയ്യും. ഇപ്പോൾ ഇപ്പുറത്തെ ഇതിൽ ഞാനൊരു എഗ് വൈറ്റ് മാത്രമാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സവോള ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ നീരും കൂടി എടുക്കാം. ഓക്കെ, ഇങ്ങനെ നമ്മൾ സവോള ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇത് ഇങ്ങനെ പിഴിഞ്ഞ് എഗ് വൈറ്റിലേക്ക് വയ്ക്കും. കാണത്തില്ലല്ലേ, ഇത്തിരിയൊക്കെ സവോള വീണാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഓവറാവാതിരിക്കാൻ നോക്കിയാൽ മതി. ശരിക്കും പറഞ്ഞാൽ ഈ സവോളയുടെ നീര്, എഗ് വൈറ്റ് നമ്മുടെ മുടി ഉണ്ടാവാൻ നല്ല സാധനമാണ്. പണ്ട് ഞാൻ സ്ഥിരം യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്, എനിക്ക് മുടി ഉണ്ടായിരുന്ന സമയത്ത്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഞാൻ അതങ്ങ് വിട്ട്. ഇപ്പോൾ അത് ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോകണേ. കാരണം എൻ്റെ മുടിയുടെ അവസ്ഥ അത്രയ്ക്ക് ശോചനീയ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. മുടി ഊരിപ്പോകുന്നതിനാണ് ഒരു കൈയും കണക്കില്ല. ഓക്കെ, ഞാനിപ്പോൾ അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ എഗ്ഗിൻ്റെ വൈറ്റും ഈ ഇതിൻ്റെ ഇതുകൂടെ ചേരുമ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ കളർ വരുന്നത് ഉണ്ടോ. ഇനി ഇത് നമുക്ക് നമ്മുടെ തലയിലേക്ക് തൂത്ത് കൊടുക്കാം. ഇന്ന് മുതൽ ഒന്നരാട ഇടവിട്ട് തൂക്കണം എന്നാണ് എൻ്റെ മനസ്സിൽ.
അതിന് എഗ്ഗൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ കുട്ടികൾ അവരിരിക്കുമ്പോൾ ബുൾസൈ അടിച്ച് തീർക്കുക, അതാണ് പ്രശ്നം. നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. എന്നെ വിട്ട് നീ പോനാലും മുടി വളരുന്നല്ലേ, അപ്പം നമുക്ക് പിരുകത്തിലൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ പിരുകെങ്ങാനും വളർന്നാലും ഓക്കെ. ഇനിയുള്ളത് മുട്ടയുടെ മഞ്ഞയാണ്. അതും നമ്മൾ വെറുതെ കളയുന്നില്ല. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാൻ, മിക്സ് ചെയ്യുക, തേക്കുക. ഇത് ഞാൻ എവിടെയോ ഒരു ഫേസ് പാക്ക് കണ്ടതാണ്. ഞാനൊരു നോക്കി നോക്കാൻ. അപ്പോൾ അവന്മാർ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം മഞ്ഞൾപ്പൊടിയും കൂടെ കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്യുക, മൂത്ത് തൂക്കുക. മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ട് അതിൻ്റെ പിരുകത്തിലൊന്നും തൂക്കേണ്ട കാര്യമില്ല കേട്ടോ. കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്നൊരു ഫേസ് പാക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ മഞ്ഞ് മാത്രമായിട്ട് വെറുതെ ഇട്ട് കളയണ്ടല്ലോ, ഇതിങ്ങനെയും യൂസ് ചെയ്യാം. ഇതിൻ്റെ കൂടെ അലോവേറ ജെല്ല് ഉള്ളവർക്ക് വേണേൽ അലോവേറ ജെല്ല് ചേർക്കാം, തൈര് ചേർക്കാം. പക്ഷേ ഞാൻ ആ പാക്കിൽ മഞ്ഞൾപ്പൊടി മാത്രമേ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളൂ. ഐ മീൻ ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടതാണ്. ഒരു ആപ്പാണ് മോനെ. നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്തോ. ഇന്ന് മൊത്തത്തിലൊരു മുട്ട മയമാണ് ഞാൻ. അപ്പം ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞാൽ തലയ്ക്ക് അല്ല മുടിക്കും ഒരു ഹെയർ പാക്കുമായി ഫേസ് പാക്കുമായി. ഈ ഒരൊറ്റ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. എഗ് വൈറ്റ് യെല്ലോ തേക്കത്തില്ല, അതിൻ്റെ വെള്ള പോർഷനല്ലേ അത്. എഗ്ഗിൻ്റെ ഇതായതുകൊണ്ട് പെട്ടെന്ന് അബ്സോർവായിട്ട് തോന്നണം. ഒത്തിരി നേരം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട, ഒരു 15 മിനിറ്റ് വരെ നിൽക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ കാറ്റുള്ളത് കൊണ്ട് പെട്ടെന്ന് അത് ഫേസിലേക്ക് അബ്സോർവ് ആകും. അതത്ര നല്ലതല്ല, പതിയെ അബ്സോർവ് ആകുന്നത് നല്ലത്. ടിപ്സൊക്കെ ഇവിടെയൊക്കെ തൂക്കുന്നതാണ് സൂക്ഷിക്കേണ്ടത്. നമ്മുടെ പിരുകത്തിലൊന്നും ആവാതെ സൂക്ഷിച്ച്. മുടിയിലായി ഒന്നാമത് മുട്ടയാണ്, അതിനിടയ്ക്കിനുള്ള മുട്ടയും കൂടെ തൂത്തുള്ളതും കൂടെ പോയാൽ പിരുകത്തിൽ വീഴിക്കരുന്നുണ്ട്. ഞാൻ ആദ്യമേ അതങ്ങ് ചെയ്ത്. അപ്പോൾ പിന്നെ എന്താ പരീക്ഷ ഇപ്പോൾ തൂക്കുന്നുണ്ടോ ഫേസിൽ? Why? Why Appu? You don't like? No. Don't like. Don't like. വെയിറ്റ് ചെയ്യണം. മാക്സിമം ഒരു 10 മിനിറ്റ്. അത് കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്യാം. നാളെ അപ്പൂൻ്റെ ബർത്ത്ഡേ ഉണ്ട്. നാളെ February 14th. എല്ലാവർക്കും വാലൻറ്റൈൻസ് ഡേ, പിന്നെ എന്തോ ഒരു വേറൊരു ഇമ്പോർട്ടൻ്റ് ഡേയും കൂടി ഉണ്ടല്ലോ. അല്ല ശരിക്കും അത് നമ്മൾ മറക്കാൻ പാടില്ല. എന്തോ ഒരു ഇന്ത്യൻ ആർമിയുടെ ഒരു ദിവസം കൂടി ഉണ്ടായിരുന്നു. ബട്ട് സോറി ഐ ഫോർഗോട്ട്. ബട്ട് അതിലുപരി നാളെ ഞങ്ങളുടെ അപ്പുക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. പക്ഷെ വലിയ സെലിബ്രേഷനോ കേക്ക് കട്ടിങ്ങോ ഒന്നുമില്ല ഈ പ്രാവശ്യം. മൊത്തത്തിൽ നമ്മൾ ഇച്ചിരി അല്ല അപ്പോൾ നെക്സ്റ്റ് ബർത്ത്ഡേ ഞങ്ങൾ പൊളിക്കും അല്ല പൂസേ. നെക്സ്റ്റ് ബർത്ത്ഡേ ഞങ്ങൾ അടിച്ച് പൊളിക്കും. അപ്പോൾ ഈ ബർത്ത്ഡേക്ക് നാളെ ചേട്ടനും ചേച്ചിയും കൊച്ചും കൂടെ നാളെ അമ്പലത്തിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഏറ്റവും വലുത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണല്ലോ. അപ്പോൾ അമ്പലത്തിലൊന്ന് പോകണം, പള്ളിയിലൊന്ന് പോകണം, പ്രാർത്ഥിക്കണം. ദാറ്റ്സ് ഓൾ. ബർത്ത്ഡേ പരിപാടി വേറെ ഒന്നുമില്ല നമുക്ക്. അത്രേ ഉള്ളൂ. ഇപ്പം നമുക്കിനി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ കാണാം. ഫേസ് പാക്ക് ഒന്നും പറയാനില്ല മക്കളെ, പൊള്ളി സാധനം,
സൂപ്പർ സാധനമാണ്, നല്ല റിസൾട്ട് ഉണ്ട്. നിങ്ങൾക്കത് എത്രമാത്രം മനസ്സിലാവുന്നുണ്ട് ക്യാമറയിലൂടെ എന്ന് എനിക്കറിയില്ല. ബട്ട് എനിക്ക് എൻ്റെ ഫേസ് നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മസ്റ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ആ ഒരു ഐറ്റമാണ് ഈ പറഞ്ഞ ഫേസ് പാക്ക്. അത് മുട്ടയുടെ മഞ്ഞയും മഞ്ഞൾപ്പൊടിയുടെ മിക്സ് ചെയ്ത് തേക്കുന്ന ഈ സാധനം സൂപ്പറാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒത്തിരി ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യുക, കാരണം മുട്ടയുടെ മഞ്ഞയാണ്, അത് ഭയങ്കരമായിട്ട് ഇതാവും. ഇച്ചിരി പണിപ്പെട്ടു ഞാനത് കഴുകി കളയാനായിട്ട്. പിന്നെ ഹെയർ പാക്കിൻ്റെ കാര്യമാണെങ്കിൽ ഒന്നും പറയാനില്ല, കാരണം എനിക്കതിൻ്റെ റിസൾട്ട് പറയാൻ പറ്റത്തില്ല. കാരണം കുറച്ച് നാളോടെ ഞാൻ യൂസ് ചെയ്താലേ എനിക്കത് പറയാനായിട്ട് പറ്റത്തുള്ളൂ. എങ്കിലും ഞാൻ കണ്ടിന്യൂസ്ലി അത് യൂസ് ചെയ്യണം എന്ന് തന്നെ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ യൂസ് ചെയ്യും, കാരണം എൻ്റെ ഹെയർ ഒന്ന് ഇമ്പ്രൂവ്മെൻ്റ് ആക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒക്കെ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ടാറ്റ, ടേക്ക് കെയർ, ബൈ ബൈ. ടാറ്റോട് ബൈ Bye.